നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻകൗണ്ടർ ചെയ്ത് പ്രതികളെ കൊല്ലുന്നതൊക്കെ നമ്മൾ സിനിമയിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളവരെ ഇത്തരത്തിൽ കൊല്ലുമ്പോൾ വലിയ രീതിയിലാണ് ആളുകൾ അതിനെ കൈയടിച്ച് സ്വീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിലും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് കമന്റ് പറയാത്തവരായി ഒരുപക്ഷെ ആരും ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ യഥാർത്ഥ നിയമത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിയമപരമായും വലിയ രീതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ബദ്ലാപൂരിലെ നഴ്സറി കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി അക്ഷയ് ഷിൻഡെയെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് സീനിയർ പോലീസ് ഇൻസ്പെക്ടർ സഞ്ജയ് ഷിൻഡെയാണ്. ഏറ്റുമുട്ടൽ വിദഗ്ധനാണ് ഇൻസ്പെക്ടർ സഞ്ജയ് ഷിൻഡെ. ഈ ഒരു പ്രതി അക്ഷയ് ഷിൻഡെയ്ക്ക് 24 വയസ്സാണ്. ഒട്ടേറെ അധോലോക കുറ്റവാളികളെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പ്രദീപ് ശർമ്മയ്ക്കൊപ്പം താനെ ക്രൈം ബ്രാഞ്ചിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ ഇക്ബാൽ കസ്കറിനെ പിടികൂടിയ സംഘത്തിലും അംഗമായിരുന്നു. സഞ്ജയ് ഷിൻഡെ പോയിന്റ് ബ്ലാങ്കിലാണ് അക്ഷയിനെ വെടിവെച്ച് വീഴ്ത്തിയത്. പോലീസ് ആസൂത്രണം ചെയ്ത ഏറ്റുമുട്ടലിലാണ് അക്ഷയ് ഷിൻഡെയെ കൊലപ്പെടുത്തിയതെന്ന് കുടുംബം ആരോപിച്ചു. പോലീസിനെ ആക്രമിച്ചെന്ന ആരോപണം വിശ്വസിക്കാനാകില്ലെന്നും അവർ വ്യക്തമാക്കി. മുൻ ഭാര്യയുടെ പരാതിയിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിലാണ് പ്രതി കൊല്ലപ്പെട്ടത്. പ്രാണരക്ഷാർത്ഥം പോലീസ് വെടിവെച്ചുവെന്ന ആരോപണം തള്ളിയ കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്ഷയ് ഷിൻഡെയുടെ കൊലപാതകം മഹാരാഷ്ട്ര ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തും. വെടിവയ്പുണ്ടായ പോലീസ് വാഹനം ഫോറൻസിക് വിദഗ്ധരുടെ സംഘം പരിശോധിച്ചു. രക്തസാമ്പിൾ അടക്കമുള്ളവ ശേഖരിച്ചു. സംഭവം നടന്ന മുംബ്ര ബൈപ്പാസിൽ CID ഉദ്യോഗസ്ഥരുടെ സംഘം സന്ദർശിക്കും. വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അക്ഷയ് ഷിൻഡെയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. അക്ഷയ് ഷിൻഡെയുടെ മൃതദേഹം താനെയിലെ കൽവ സിവിൽ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മുംബൈയിലെ JJ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം ക്യാമറയിലും പകർത്തു. അക്ഷയ് ഷിൻഡെയ്ക്കെതിരെ കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത് അക്ഷയ് നടത്തിയ വെടിവെപ്പിൽ നിലേഷ് മോറെ എന്ന പോലീസുകാരനും പരിക്കുണ്ട്. പ്രതി വെടിയേറ്റു മരിച്ചതിന് പിന്നാലെ ബദ്ലാപൂരിൽ ചില പ്രദേശവാസികൾ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. ബലാത്സംഗം ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്ന സന്ദേശങ്ങൾ അടങ്ങിയ ബാനറുകളും പ്രദർശിപ്പിച്ചിരുന്നു. നഴ്സറി സ്കൂൾ അധികൃതർക്ക് മുൻകൂർ ജാമ്യം നൽകാൻ വിസമ്മതിച്ച് ബോംബെ ഹൈക്കോടതി. സ്കൂൾ ചെയർമാൻ ഉദയ് കോട്ട്വാളും സെക്രട്ടറി തുഷാർ ആപ്തെയും സമർപ്പിച്ച ഹർജി ഒക്ടോബർ 1 പരിഗണിക്കും. അതുവരെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഒളിവിലുള്ളവരെ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇരുവരുടെയും ജാമ്യ ഹർജി കല്യാൺ സെഷൻസ് കോടതി തള്ളിയിരുന്നു. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാൻ തയ്യാറാകാതിരുന്നതിന്റെ പേരിലാണ് ഇരുവർക്കുമെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്.